സാവരിയന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഷാർജയിൽ നിൽക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഒരു 12 മണിയോടുകൂടിയാണ് ഇതിന്റെ അവിടുന്ന് ഒരു റിപ്പോർട്ട് തരുന്നത്, അതായത് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു എന്നായിരുന്നു ആദ്യം മുതലേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടുന്ന്. അങ്ങനെ 12 മണിയോട് കൂടിയാണ് അവർ അവിടുന്ന് റിപ്പോർട്ട് വന്നത്. പിന്നെ രാത്രി അന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പോയി. തീയതി ഒന്ന് നോക്കിയേ, ശനിയാഴ്ച. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏജൻസിക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അവരാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അതായത് അവിടുത്തെ കോളേജിൽ പറഞ്ഞാൽ മിക്സ് ആയിട്ടാണ് പിള്ളേർ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും മിക്സ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതായത് 4 ഫ്ലോറാണ്. 4 ഫ്ലോറിൽ മുകളിൽ പെൺകുട്ടികൾ, നടുക്ക് അത് കഴിഞ്ഞ് ആണ്, അത് കഴിഞ്ഞ് പെണ്ണ്, അത് കഴിഞ്ഞ് ആണ് പറഞ്ഞിട്ട് എല്ലാവരും മിക്സ് ആയിട്ടാണ്. 16,000 കുട്ടികൾ ഈ കൊല്ലം അവരെടുത്ത് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 250 കുട്ടികളാണ് ഒരു കൊല്ലം ശരിക്ക് കണക്കുള്ളത്. 16,000 കുട്ടികളെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹോസ്റ്റലിലുള്ള ഒരു സൗകര്യങ്ങൾ കുറവ്. ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ 20 സോമ് കൊടുത്ത് ബസ്സിന് പോകണം, എന്നിട്ട് വേണം മെസ്സിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും. അങ്ങനെ ഒരു സാഹചര്യമാണ് ആ കോളേജിന്റെ ഹോസ്റ്റലിലൊക്കെ ഉള്ളത് തന്നെ. പിന്നെ അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ ചെക്കൻ, ഈ ഉപദ്രവിച്ച ചെക്കൻ വളരെ ബ്രൂട്ടലായിട്ട്, അതായത് ചെക്കനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി. എന്നെ കാണിക്കുകയോ ഒന്നും ചെയ്തില്ല അവർ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അവിടുത്തെ ഒരു ലേഡിയാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവരെന്നെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, അംബാസഡർ, അവരും അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്.